വെറുതെ കിട്ടുക എന്നുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവാക്കാതെ, എവിടെയും പോയി വലിയ ക്യൂവിൽ നിൽക്കാതെ, നമ്മുടെ തൊട്ടടുത്ത് നിന്ന് തന്നെ അധികം വണ്ടിയൊന്നും പിടിച്ചു പോകേണ്ട ആ ഒരു ദൂരമില്ലാത്തിടത്തുനിന്ന് നമുക്കൊരു സഹായം കിട്ടുകയാണ്. അത് നമുക്ക് പലപ്പോഴും എന്താണ്, ഉപകാരമാണോ ഉപദ്രവമാണോ? ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതൊരു ഉപദ്രവമായിട്ട് തോന്നാറുണ്ടോ? വേറൊന്നുമല്ല, ഇന്ന് സർക്കാർ ഇടയ്ക്കൊക്കെ അതിൻ്റെ കുറവുണ്ടായതുമെങ്കിലും അംഗനവാടികൾ വഴി കുഞ്ഞു കുട്ടികൾക്ക് അമൃതം എന്ന ഒരു പൊടി കൊടുക്കും. അമൃതം പൊടി എന്ന് പറയും. അതായത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഒറ്റൊരു കാര്യമേ ഉള്ളൂ അതിനകത്ത് നെഗറ്റീവ് എന്ന് പറയുന്നത്, പഞ്ചസാര എന്നുള്ളത്. ബാക്കി എല്ലാം നല്ലത് തന്നെയാണ്. പഞ്ചസാരയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ചേർത്താൽ അതിൻ്റെ കാലാവധി പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അത് വാങ്ങിക്കാത്ത കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട്. എന്തൊരു കുറച്ചിൽ പോലാണ് അത് വാങ്ങിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തവരുണ്ട്. വാങ്ങിക്കും, പേരിന് വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല, പകരം വേറെ ഏതെങ്കിലും ജീവികൾക്ക് കൊടുക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ വാങ്ങിച്ച് ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ വെറുതെ വാങ്ങിച്ചുകൊണ്ട് വെച്ച് അത് ചീത്തയാക്കി കളയുന്നവരുണ്ട്. ചില കുട്ടികൾ കഴിക്കില്ല എന്ന് പറയുന്നതൊക്കെ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പം അതെന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അതിനോടൊരു വെറുപ്പ് തോന്നുന്നത്, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം അത് വെറുതെ കിട്ടുന്നത് കൊണ്ടാണ്. നമുക്ക് വെറുതെ എന്തെങ്കിലും കിട്ടിയാൽ, അതായത് പണമോ സമയമോ ചിലവാക്കാതെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് മിക്കവാറും ഒരു വിലയും ഉണ്ടാവില്ല. ഉള്ള കാര്യമാണ്. അതിനൊരു പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നതെങ്കിൽ കുറേ പേര് വാങ്ങിക്കാതിരിക്കും. നിർബന്ധമായി വാങ്ങിച്ചേ പറ്റത്തുള്ളെങ്കിൽ എന്തു ചെയ്യും? പൈസ കൊടുത്ത് വാങ്ങിക്കും. അത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാമോ എന്ന് വീട്ടിലുള്ളവർ ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങൾ, അതായത് ഇത് എൻ്റെ ഒരു അറിവിൽ ഇതൊരു ഡോക്ടറാണ്, അവർ സ്ത്രീയാണ്, അവരിപ്പം ജീവിച്ചിരിപ്പില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം ഒരു സ്ത്രീയാണെന്നുമാണ് എൻ്റെ അറിവ്. കാരണം എൻ്റെ പഴയ മെമ്മറി കിടക്കുന്നതാണ്, അത് ഓർത്താണ് ഞാൻ പറയുന്നത്. അപ്പം അവരാണ്, ആ മേഡമാണ് ഈ അമൃതം എന്ന പദ്ധതി തുടങ്ങിയതും ഇതൊക്കെ ഈ കണ്ടൻറ്റുകളൊക്കെ ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു ആഹാരം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് കണ്ടെത്തിയതും അതിനുവേണ്ടി പ്രയത്നിച്ചതും അവരാണ്, ആ ഡോക്ടറാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്? അതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അത് നല്ലതാണ്. അത് ആർക്കും കഴിക്കാം. ഷുഗറിൻ്റെ ഒരു പ്രശ്നമില്ലാത്തവർക്ക് കഴിക്കാം. പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒരു രീതിയിൽ കൊടുത്താൽ ഇഷ്ടമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിയിൽ അവർക്ക് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ അതിൽ പഞ്ചസാര ഉണ്ട് എന്ന് കരുതി കൊടുക്കാതിരുന്നാൽ മറ്റനേകം ഫുഡുകൾ നമ്മൾ പഞ്ചസാര ഉപയോഗിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഏറ്റവും കാര്യം പറഞ്ഞാൽ, ചായ കുടിക്കുന്നവരാണെങ്കിൽ ആ ചായയും കുട്ടികൾക്ക് കൊടുക്കാറില്ലേ? അതിൽ പഞ്ചസാര ചേർക്കുന്നില്ലേ? പായസം വെച്ചാൽ പഞ്ചസാരയല്ലേ? പിന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്വീറ്റ്സ് പഞ്ചസാരയല്ലേ? അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ അമൃതത്തിൽ ഇത്തിരി പഞ്ചസാര കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ ബാക്കിയുള്ളതെല്ലാം നല്ല കാര്യങ്ങളാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവർ ഇപ്പം ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം കുറേ പേര് വാങ്ങിക്കാറില്ല. അപ്പോൾ അവർ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടെന്ന് കരുതിയിട്ട് ആ വാങ്ങിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അവർക്കുള്ളത് മാത്രമേ ഓർഡർ കൊടുക്കുള്ളൂ എന്നാണ് എന്നോട് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ടീച്ചറിന് തോന്നിയത് വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ ചീത്തയാക്കി കളയല്ലേ? ശരിയല്ലേ? അപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.